വലിയ പോലീസ് സന്നാഹങ്ങളുണ്ട്. ഇപ്പോൾ ഈ റോഡിന്റെ ഭാഗത്തെത്തിച്ച് എന്താണ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. ഡിവൈഎസ്പി ഉണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് CI പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, ആലത്തൂർ CI ഉണ്ട്. അപ്പോൾ ാണ് ഈ ഒരു തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയൊരു പോലീസ് സന്നാഹവുമുണ്ട്. പ്രദേശവാസികൾ സമീപത്തുണ്ടെങ്കിൽ തന്നെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ ഈ തെളിവെടുപ്പുമായി മുന്നോട്ട് പോകാൻ നിലവിലിപ്പോൾ പോലീസിന് കഴിയുന്നുണ്ട്. കാരണം അത്രമാത്രം തന്നെ നേരത്തെ കൂടുതൽ സേനയെ വിന്യസിച്ചുകൊണ്ട് തന്നെ ഒരു പെട്ടെന്നുള്ളൊരു അത്തരത്തിലുള്ളൊരു നീക്കത്തിലൂടെയാണ് ഇവിടെ ചെന്താമര എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇപ്പോൾ നിലവിൽ തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. എങ്ങനെയാണ് ചെയ്തത്, എങ്ങനെയാണ് വന്നത്, വീടിനുള്ളിൽ നിന്ന് എങ്ങനെയാണ് ചെന്താമരയുമായി ഇപ്പോൾ പോലീസ് തെളിവെടുപ്പ് നടത്തുന്നു. മാധ്യമപ്രവർത്തകരും പോലീസും മാത്രമാണ് സംഭവ സ്ഥലത്തുള്ളത്. മറ്റു നാട്ടുകാർ പ്രതിഷേധമുണ്ടാക്കുമെന്നുള്ളതിനെ തന്നെ അവരെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇത്തരമൊരു തെളിവെടുപ്പ് നടത്തുന്നത്. ഒരു പോലീസിന് ഒരു വലിയൊരു സുരക്ഷാ വലയം തന്നെ ആ ചെന്താമരയ്ക്ക് ചുറ്റുമുണ്ട്. ഒരു പോലീസുകാരൻ എപ്പോഴും ചേർത്ത് പിടിച്ചിട്ടുണ്ട് ചെന്താമരയെ. ആ രീതിയിൽ ഒരു തരത്തിലും പ്രദേശവാസികൾക്ക് ചെന്താമരയിലേക്ക് അഥവാ ഒരു പ്രതിഷേധം ഉണ്ടായാൽ തന്നെ എത്താൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് എന്ത് ചെയ്തു, അന്ന് സംഭവിച്ചത് എന്താണെന്നുള്ളത് വിശദീകരിക്കുകയാണ്. ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങൾ സുധാകരൻ വരുന്നതിന് വേണ്ടി കാത്തിരുന്നതും വെട്ടുകത്തി എവിടെയാണ് ഒളിപ്പിച്ചിരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ച് മനസ്സിലാക്കുകയാണെന്നാണ് മനസ്സിലാകുന്നത്. വ്യത്യാസവും ഇല്ലാതെയാണ് താൻ ചെയ്ത ആ ക്രൂരമായ കൃത്യത്തെ കുറിച്ച് ചെന്താമര വിശദീകരിക്കുന്നത്. നമുക്കറിയാം ആര്യ, ആ രണ്ട് പെൺമക്കളുടെ ഭീതി ഇനി എങ്ങനെ മുന്നോട്ട് പോകും. അച്ഛനും അമ്മയും എല്ലാം നഷ്ടപ്പെട്ട അവർ ഈ ആളെത്തുമ്പോൾ ഞങ്ങൾ ഇനി എങ്ങനെ ജീവിക്കുമെന്നുള്ളൊരു ഭീതിയുണ്ട്. അത് ആ നാട്ടിലുടനീളം ആ നാട്ടുകാർ ഓരോരുത്തരും ആ ഭയം അവരുടെ കണ്ണുകളിലുണ്ടായിരുന്നു. അത്രയുള്ളൊരു കൊടും ക്രിമിനലിനെയാണ് ഇപ്പോൾ പോലീസ് സംഭവ സ്ഥലത്തെടുത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. കനത്ത സുരക്ഷാ സംവിധാനത്തിൽ ചെന്താമര എന്ന ക്രിമിനലിനെ ഇപ്പോൾ തെളിവെടുപ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. കനത്ത ബന്ദോബസ്തിൽ, പോലീസിന്റെ കനത്ത ബന്ദോബസ്തിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. MS ലിഷോയും ഒപ്പം ഗോകുലും സ്ഥലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലിഷോയ്, നമുക്കറിയാം അത് കഴിഞ്ഞിട്ട് ചെന്താമരയ്ക്ക് ആ സ്ഥലത്തിനൊരു ഭൂപ്രകൃതി അതാണ് ഒളിക്കാൻ രണ്ട് തവണയും ഭൂപ്രകൃതിയാണ് ചെന്താമരയ്ക്ക് തുണയായത്. പിന്നീട് വിശന്നപ്പോഴാണ് അത് ആ ഭാഗത്ത് നിന്ന് താഴേക്ക് വന്നത്. അങ്ങനെയാണ് പോലീസിന് പിടികൂടാനും കഴിയുന്നത്. ആ ഭൂപ്രകൃതി എവിടെ പോയാണ് ഒളിച്ചത്, ഏത് വഴിയാണ് ഒളിവിൽ പോയത്, ആ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ചെന്താമര സംസാരിക്കുന്നുണ്ട് ഏതൊക്കെ ഭാഗത്തേക്കാണ് കൊണ്ടുപോകുന്നത്. നാളെ വൈകിട്ട് 3 മണി വരെയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സുധാകരന്റെ വീട്ടിലേക്ക് ചെന്താമരയെ കൊണ്ടുപോവുകയാണ്. ഗോകുൽ ചേരുന്നുണ്ട്. ഗോകുല്, എങ്ങനെയാണ് സുധാകരന്റെ വീട്ടിലേക്ക് ഇയാൾ പ്രവേശിച്ചത്, എവിടെയാണ് പതുങ്ങിയിരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വീണ്ടും പോലീസ് നേരിട്ട് തെളിവെടുപ്പായി എടുക്കേണ്ടതുണ്ട്. ആ നടപടിക്രമങ്ങളാണ് അവിടെ നടക്കുന്നതെന്ന് മനസ്സിലാകുന്നു. ഇപ്പോൾ സുധാകരന്റെ വീട്ടിലേക്കാണ് ചെന്താമരയെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനിയും എവിടേക്കൊക്കെയാണ് ഈ ക്രിമിനലിനെ കൊണ്ടുപോകാൻ പോലീസ് ഉദ്ദേശിക്കുന്നത്? ഇത് സുധാകരന്റെ വീടല്ല, ഇതാണ്. ഈ കൊലപാതകത്തിന് ശേഷം ഇയാൾ ഈ വീട്ടിൽ കയറിയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെയാണ് ആയുധം ഒളിപ്പിച്ച് വിഷം പാതി ഉള്ള ഒരു വിഷക്കുപ്പി കണ്ടെത്തിയത്. ആ വീട്ടിൽ, അതായത് ചെന്താമരയുടെ തന്നെ വീട്ടിലാണ് ഇപ്പോൾ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത്. ഈ വഴിയിൽ വെച്ച് എങ്ങനെ വെട്ടി തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് ചോദിച്ചറിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ചെന്താമരയുടെ തന്നെ വീട്ടിലേക്ക് ഇയാളെ എത്തിച്ചു. ഇതിന്റെ ഉള്ളിലാണ് ഇയാൾ ആയുധം ഉപേക്ഷിച്ചത്. അതോടൊപ്പം തന്നെ വിഷക്കുപ്പി പാതി കളഞ്ഞ നിലയിലും ഇവിടെ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇതിന്റെ ഉള്ളിൽ എത്തിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസ് ചോദിച്ചറിയുകയാണ്. ഇതിൽ പ്രധാനമായും പലപ്പോഴും എന്തിനീ പകുതി ഇത്തരത്തിലുള്ള വിഷക്കുപ്പി കളഞ്ഞു എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും പോലീസിന്റെ മുന്നിൽ ഉണ്ട്. അത്തരത്തിൽ എന്തിനാണ് ആ വിഷക്കുപ്പി കളഞ്ഞത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇയാളിൽ നിന്ന് ചോദിച്ചറിഞ്ഞ് അതോടൊപ്പം തന്നെ വീടിന്റെ പുറകുവശത്തോടു കൂടിയാണ് ഇയാൾ പോയത്. അവിടേക്ക് ഇയാളെ എത്തിച്ച് കാര്യങ്ങൾ കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ഈ വലിയ പോലീസ് സന്നാഹത്തോടു കൂടി തന്നെ ചുറ്റി വളഞ്ഞ് ചെന്താമരയുടെ അടുത്തേക്ക് മറ്റൊരു പ്രശ്നവും ഉണ്ടാകാത്ത രീതിയിൽ ചുറ്റി വളഞ്ഞുകൊണ്ടാണ് ഈ
വാതിലൂടെ ഇറക്കി കൊണ്ടുവന്ന് വാതിലിലൂടെ ഇറക്കി ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് പിന്നീട് പോയത്, പിന്നീട് അതിനുശേഷം ഇയാൾ ഈ വീടിന് ശേഷമുള്ള പാടം കടന്നു പോവുകയാണ് ഉണ്ടായത്. അതെങ്ങനെയാണ്, ആദ്യം എങ്ങോട്ടൊക്കെ പോയി, കുളത്തിന്റെ ഭാഗത്തേക്ക് പോയിരുന്നു. അപ്പോൾ ആ സ്ഥലത്തേക്കൊക്കെ തന്നെ എത്തിക്കണം. ആ തെളിവെടുപ്പ് ഇയാളുടെ വീടിനുള്ളിലുള്ള തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ വീടിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ മറ്റ് അടുത്ത സ്ഥലത്തേക്ക് ഇയാൾ പിന്നീട് പോയ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അതിന്റെ ഈ വീടിനെ അവിടെ എത്തിച്ചുള്ള തെളിവെടുപ്പ് കഴിഞ്ഞു, വീടിന്റെ ഉള്ളിൽ എത്തിച്ചുള്ള തെളിവെടുപ്പ് കഴിഞ്ഞ് അടുത്ത ഭാഗത്തേക്ക്, അതിനുശേഷം എന്ത് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും ഈ റോഡിന്റെ ഈ കൊലപാതകം നടന്ന സ്ഥലം, അതായത് വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10 മീറ്റർ പോലുമില്ല, ആ സ്ഥലത്തേക്ക് വീണ്ടും നടത്തിച്ച് വഴിയിലേക്ക് തന്നെ ചെന്താമരയെ എത്തിച്ചിട്ടുണ്ട്. ആദ്യം ഈ വാതിലിലൂടെ ചെന്താമരയുടെ വീടിനകത്തേക്ക് പ്രവേശിച്ചു. അവിടെയാണ് ഈ വാക്കത്തിയും അതോടൊപ്പം തന്നെ ഇയാൾ മറ്റൊരു വാക്കത്തി, ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച വാക്കത്തി അതല്ലാണ്ട് അതിന് സമാനമായ മറ്റൊരു വാക്കത്തി കൂടി അവിടെ ഉണ്ടായിരുന്നു. പകുതി കളഞ്ഞ രീതിയിലുള്ളൊരു വിഷക്കുപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ അത് പോലീസിൽ നൽകിയ മൊഴി താൻ പകുതി ഇത് കുടിച്ചു, അതിനുശേഷം തനിക്ക് ഏറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ അത് പോലീസ് വിശ്വസിച്ചിട്ടില്ല. കാരണം ഈ തെളിവെടുപ്പിലോ അല്ലെങ്കിൽ വൈദ്യപരിശോധനയിലൊന്നും തന്നെ ഏതെങ്കിലും തരത്തിൽ വിഷം കുടിച്ചതിന്റെ ഒരു ലക്ഷണവും അയാളിൽ ഉണ്ടായിരുന്നില്ല. ഇനി സുധാകരനെ കൊന്ന സ്ഥലമാണ് നേരത്തെ നിന്നിരുന്നത്. ഇപ്പോൾ അമ്മയെ കൊന്ന ഭാഗത്ത്, അമ്മയെ കൊന്നത് ഈ സുധാകരന്റെ വീടിന്റെ മുൻഭാഗത്ത് വെച്ചാണ്. ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ ചെന്താമരയുമായി പോലീസ് പോകുന്നത്. അതിനുശേഷം ആ പാടം വഴിയാണ് അയാൾ കടന്ന് കാട്ടിലേക്ക് ഒളിവിൽ പോയതും പിന്നീട് നമ്മൾ കണ്ടതാണ് 2 ദിവസം ചെന്താമരയ്ക്കായുള്ള തിരച്ചിൽ, വനമേഖലകൾ അരിച്ചു പറക്കുന്ന രീതിയിലുള്ള തിരച്ചിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ മേഖലയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഈ അമ്മയെ കൊന്ന ഭാഗത്ത്, അമ്മയെ കൊന്നത് ഈ വീടിന്റെ തൊട്ട് മുന്നിൽ വെച്ചാണ്. ആ അമ്മയെ കൊന്ന ഭാഗത്ത് എത്തിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസ് ചോദിച്ചറിയുകയാണ്. ഗോകുലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചെന്താമരയെ മറ്റു സ്ഥലങ്ങളിലേക്ക്, ചെന്താമര ഈ കൊലപാതകം നടത്തിയതിനു ശേഷം ആയുധം ഒളിപ്പിച്ച സ്ഥലം, അതോടൊപ്പം തന്നെ അതിലേക്ക് വന്ന വഴികൾ, കാട്ടിലേക്ക് മടങ്ങിയത് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ പോലീസ് വിശദമായി തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നെന്മാറ പോത്തുണ്ടി ഗ്രാമത്തെ മാത്രമല്ല സമൂഹ മനസാക്ഷിയെ മുഴുവൻ തന്നെ ഞെട്ടിച്ച കൊടും ക്രൂരകൃത്യമാണ് ചെന്താമര നടത്തിയത്. ആദ്യ കൊലപാതകത്തിന് ശേഷം മടങ്ങി വരുന്നു, അതിനുശേഷം 2 പേരെ കൂടി കൊലപ്പെടുത്തുന്നു. അങ്ങനെ ഒരു കുടുംബത്തിലെ 3 പേരെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതിയാണ് ഇപ്പോൾ പോലീസിന്റെ കൈവശമുള്ളത്. ആ പ്രതിയുമായുള്ള തെളിവെടുപ്പാണ് പുരോഗമിക്കുന്നത്. നാട്ടുകാർ കനത്ത സുരക്ഷാ വലയത്തിലാണ് ആ ഭാഗം, ആ പ്രദേശം മുഴുവനുള്ളത്. അവിടെ മാധ്യമപ്രവർത്തകരും പോലീസുകാരും മാത്രമാണ് നിലവിലുള്ളത്.